ചൂടങ്ങോട്ട് മാറി മഴ പെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് കിട്ടാതിരുന്ന മീനൊക്കെ കിട്ടിത്തുടങ്ങി. അന്നേരം ഈ മീൻ കണ്ടോ? ഈ മീൻ കൂരിയാന്ന് എല്ലാവർക്കും അറിയാലോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഊത്തക്കൂരി എന്ന് വിളിക്കും. രാത്രി വല വീശിയപ്പം കിട്ടിയതായി ഈ ഊത്തക്കൂരിയെ. ചെറുതും വലുതുമായിട്ട് 5-6 കിട്ടി. അതിൻ്റെ കൂടെ 2 സിലോപ്പി കുഞ്ഞിനെയും കിട്ടിയായിരുന്നു. മഴയായതുകൊണ്ട് അമ്മച്ചിക്ക് ഈ പ്രാവശ്യം മുറ്റത്ത് പോയിരുന്ന് മീൻ വെട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് തന്നെ വെട്ടിയത്. ഈ കൂരി അല്ലേലും വെട്ടി തേച്ച് എടുക്കാൻ ഇച്ചിരി പാടാ. ആദ്യം അമ്മച്ചി കത്രിയൊക്കെ എടുത്തെങ്കിൽ ലാസ്റ്റ് പിച്ചാത്തിയെ തന്നെ തിരിച്ച് ആശ്രയിക്കേണ്ടി വന്നു. ഈ കൂരിക്കകത്ത് 2-3 വലിയ കൂരി ഉണ്ടായിരുന്നു. വലുതെന്ന് വെച്ചാൽ അത്ര വലുതെന്നല്ല, വയറിച്ചിരി വീർത്ത കൂരി. ആ വയറ് വീർത്തിരിക്കുന്ന കണ്ടാലേ അറിയാം അതിനകത്തിൽ പരിഞ്ഞിൽ കാണുമെന്ന്. അതേപോലെ തന്നെ ആദ്യത്തത് കണ്ടിച്ചപ്പം തന്നെ വേണ്ട മുട്ടം പരിഞ്ഞിലുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ എല്ലാത്തിലും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു 2-3 എണ്ണത്തിലേ ഉള്ളായിരുന്നു. തീരെ ചെറുതിനകത്തിലൊന്നും പരിഞ്ഞിലില്ലായിരുന്നു. ഞങ്ങളിങ്ങനെയൊക്കെയുള്ള മീൻ തേച്ച് കഴിയുന്ന സമയത്ത് അത് വൃത്തിയാവാനായിട്ട് ഉപ്പിട്ട് ചട്ടിയിലിട്ട് തേക്കത്തില്ല, അതിൻ്റെ കൂടെ കുറച്ച് വാഴയിലയും കൂടി ഇങ്ങനെ പിച്ചി കീറിയിട്ട് തേക്കും. അന്നേരം പെട്ടെന്ന് നല്ല ക്ലീനായിട്ട് മീൻ കിട്ടും. പരിഞ്ഞിലാകെ 5-6 കിട്ടിയുള്ളൂ. അതുകൊണ്ട് കറിയുടെ കൂട്ടത്തിൽ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകം എടുത്ത് വറക്കാമായിരുന്നു. ഈ ഊത്തക്കൂരി കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ മറ്റേ കൂരിയുടെ കണക്കൊന്നും അല്ല കേട്ടോ, അതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. മുളക് കറി വെക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി അരിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് കുടമ്പുളി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് തിളച്ച് വരുമ്പോൾ മീൻ പെറുക്കിയിട്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂരിക്കറി ഇവിടെ റെഡിയായി. ഇപ്പം പിന്നെ മഴ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വലവീശലും ചൂണ്ടയിടിയിലും ഒക്കെ ആയിട്ട് മീനെയൊക്കെ കിട്ടി തുടങ്ങി കാണുമല്ലോ. അപ്പോൾ ഊത്തക്കൂരിയെ കിട്ടുകയാണെങ്കിൽ മിസ് ചെയ്യരുത്, കറി വെച്ച് കൂട്ടിക്കോ.